എല്ലാവർക്കും നമസ്തേ. നമ്മൾ ഇന്ന് വടി വേഷിൻ്റെ പാർട്ടാണ് നോക്കുന്നത്. വടി ഇങ്ങനെ അടുത്തല്ല, കൈയുടെ മേലെ കൂടെ, ഇവിടെ കൈയുടെ മേലെ കൂടെ ഇങ്ങനെ നടക്കുക. ഇത് നമ്മൾ ഈ കൈയുടെ മേലെ കൂടെ എടുക്കുമ്പോഴത്തേക്ക് തള്ളവിരലിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ തള്ളവിരലിൻ്റെ മേലെ കൂടെ അല്ല, തള്ളവിരലിൻ്റെ മേലെ കൂടെ ഇങ്ങനെ എടുക്കാം. രണ്ട് രീതിയിൽ എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് തള്ളവിരലിൻ്റെ മേലെ കൂടെ ഇങ്ങനെ അതേപോലെ ഈ കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. തള്ളവിരലിൻ്റെ മേളിൽ കൂടെയും ഈ കൈ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ മുട്ട ഇങ്ങനെ പതുക്കെ ഒന്ന് പൊക്കില്ല, മുട്ട പതുക്കെ പൊക്കി ഈ സൈഡ് കറക്കി എടുക്കാൻ പറ്റും. നമ്മുടെ കൈയുടെ മേളിൽ ടച്ചായി, എല്ലാ സ്ഥലത്തും ടച്ചായി വരണം. ടച്ചായി വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കറങ്ങി വരും. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയായത്. രണ്ടാമത്തത് നമ്മൾ ഈ കൈ ഇങ്ങനെ കറക്കി മേലോട്ട് വരുമ്പോഴത്തേക്ക് ഈ അടിയിൽ നിന്ന് ഈ കൈ കൊടുത്ത് വാങ്ങിക്കേണ്ട, ഈ കൈ മേലെ കറങ്ങി വരുമ്പോൾ അടിയിൽ നിന്ന് വാങ്ങിക്കും. ഈ കൈ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മേളിൽ നിന്ന് എടുക്കും. ഇത് അടിയിൽ നിന്ന് മേളിൽ നിന്ന് ഇങ്ങനെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുകയാണ്. ഇത് കുറേ പ്രാക്ടീസ് ചെയ്താലും ഇങ്ങനെ കിട്ടത്തുള്ളൂ. അത് ഇപ്പോഴത്തെ കൈ ചെയ്യുമ്പോൾ അത് പറ്റില്ല. കൈ ഇങ്ങനെ കൊണ്ടുവന്ന് മേളോട്ടായി, ഈ വടി സ്ട്രൈറ്റ് മേളോട്ടായി തിരിച്ചു വരുമ്പോഴത്തേക്കും കൈ ഓപ്പൺ ചെയ്ത് ഈ അടി വയ്ക്കും. ഈ കൈക്ക് അകത്തൂടെയാണ് വാങ്ങിക്കും. ഇത് ഈ മേളിൽ കൂടെ ഉണ്ട്, ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഈ കൈ അടിയിൽ നിന്ന് രണ്ടത് ഇതിങ്ങനെ മേലെ ഇത് തിരിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടത് കൈ. ഇങ്ങനെ പതുക്കെ വീശി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിച്ചതിന് ശേഷം സ്പീഡായിട്ട് വീശാൻ പറ്റും. സ്പീഡ് കാണിക്കാതെ പതുക്കെ ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഇത് വടി കയ്യിൽ നിന്ന് അങ്ങ് ഇങ്ങോട്ട് പോകും. ഇവിടെ എടുക്കുമ്പോഴത്തേക്കും പതുക്കെ ആദ്യം വലത് കൈക്ക് കറക്കി പിടിക്കാം. മേലിൽ നിന്നെടുത്ത് കറങ്ങി വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് താഴെ വടി സ്ട്രൈറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ അടിയിൽ നിന്ന് കൈ കാണിക്കും, അടിയിൽ നിന്ന് കൈ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വേണം നമുക്ക് വീശണം. Thank you.